അവിടെ കുറച്ചുകൂടി ഫോർവേഡ് വാ, കുറച്ച് ഫോർവേഡ്. അവിടെ ഫ്രീസ്. ഇതാണ് എപ്പിസോഡ് എൻഡ്. ഓക്കെ, എങ്ങനെയുണ്ട്? ഇത് കലക്കി. പെണ്ണുങ്ങളുടെ ശ്വാസം നിന്നു പോവും. വെള്ളിയാഴ്ച കിടിലൻ. ഇത് വെള്ളിയാഴ്ചത്തേക്കുള്ളതല്ല, ഇത് വ്യാഴാഴ്ചത്തേക്കുള്ളതാ. വെള്ളിയാഴ്ചത്തേക്കുള്ള മരുന്ന് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. അതെ, ഞാൻ ഈ അരുന്ധതി അങ്ങ് വളർത്തി. അവൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസം ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കടോ. നമുക്ക് യൂണിഫോം ഇടാൻ പോവാം. അലിയാർ സാർ, സാർ റെഡിയല്ലേ? റെഡി. ഈ കരാള സർപ്പം അരുന്ധതിയെ വിഴുങ്ങുമോ? ഈ കരാള സർപ്പം അരുന്ധതിയെ വിഴുങ്ങുമോ? അലിയാർ സാറേ, ഒരു ലേശം കൂടി പഞ്ച് ഒന്ന് കൊഴുപ്പിക്കണത്. ഈ കരാള സർപ്പം അരുന്ധതിയെ വിഴുങ്ങുമോ? ഓക്കെ സാർ. കളിക്കുഞ്ഞുങ്ങളും കരിനാഗവും തമ്മിലുള്ള കുരുക്ഷേത്ര യുദ്ധത്തിൽ ആര് ജയിക്കും? കളിക്കുഞ്ഞുങ്ങളും കരിനാഗവും തമ്മിലുള്ള ഈ കുരു. ഇതെന്ത് കുരുക്ഷേത്ര യുദ്ധമായ എന്റെ ചുങ്കത്തറേ? എന്റെ പൊന്നലിയാർ സാറേ, അതൊന്ന് പറഞ്ഞു തന്നാ മതി. ഓ, എടുത്തോ. കളിക്കുഞ്ഞുങ്ങളും കരിനാഗവും തമ്മിലുള്ള ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ ആര് ജയിക്കും? സംഗതി ഗംഭീരമായിട്ടുണ്ട് ചുങ്കത്തറേ. ഓ, ഇനി ഈ സ്റ്റുഡിയോയിൽ നിന്ന് മലിയാർ സാർ നേരെ പോകുന്നത് എങ്ങോട്ടേക്കാണാവോ? സ്വന്തം ഗൃഹത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തിന് സമയമായി. ശബരി, താൻ ഹാപ്പി അല്ലേ? ഓ, നമിച്ചു. ജയദേവൻ ചുങ്കത്തറയ്ക്ക് മാത്രമേ ഇതിന് കഴിയൂ. അതെ, ഞാൻ തിരുമേനിയെ വിളിച്ചൊരു കാര്യം ചോദിച്ചിട്ടോ. ബോബന്റെ നാള് വെച്ച് തിരുമേനിയെ കൊണ്ടുവന്ന് ഗണിച്ചു നോക്കണം. അത് വേണം. ശരി, രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഉള്ളു കാര്യം. എന്തുവാന്നാണ് അവളുടെ വിചാരം? ഇതെന്താ എല്ലാരും കൂടി? മിസ്റ്റർ ജയദേവൻ, നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്താ ഭ്രാന്താണോ? ഭ്രാന്ത് തന്റെ ഭാര്യക്കാടോ? അത് എന്തിന്റെ ഭ്രാന്തെന്ന് താൻ എന്നെ കൂടെ പറയിക്കണ്ട. ചേട്ടാ, 3-4 ദിവസമായിട്ട് ഒരു ചെക്കൻ ആ ചേച്ചിയുടെ വീട്ടിൽ വരണുണ്ട്. ആരാന്ന് ചോദിച്ചപ്പോ പറയാ ഭർത്താവിന്റെ ചേട്ടന്റെ മോനാന്ന്. വഴിക്ക് വെച്ച് ആ ചെക്കനെ കണ്ടപ്പോ എന്റെ കഷ്ടകാലത്തിന് ഞാൻ ചോദിച്ചു ചേട്ടാ ആ ചേച്ചിയുടെ ആരാന്ന്. അപ്പൊ ആ ചെക്കൻ പറയാ ചേച്ചിയുടെ വീടിന്റെ അടുത്തുള്ളാന്ന്. ഇവര് രണ്ടുപേരും പറയുന്നില്ല എന്തോ ഒരു ഇതില്ലേ ഏട്ടാ. എന്ത്? ചേട്ടൻ എഗ്രിമെന്റ് തെറ്റിച്ചു. എന്നെ രണ്ടാമത് തല്ലിയല്ലേ? ശരിക്കും ആരടി വന്നു? ആര്? എന്താണ് ഇതിന്റെ ഉദ്ദേശം? എന്റെ കുടുംബം, ജീവിതം, എഴുത്ത് എല്ലാം നശിപ്പിച്ചില്ലേ നീ? ജയദേവൻ ചുങ്കത്തറയോട് നിനക്ക് സ്നേഹമോ ബഹുമാനമൊന്നും അല്ല, വെറും ഒരു കമ്പം. അറിയപ്പെടുന്ന ഒരാളുടെ കൂടെ കെട്ടി ഒരുങ്ങി നടക്കാനുള്ള ഒരു കമ്പം. പൊട്ടന്മാരായ നിന്റെ ആങ്ങളമാരെ പോലെയാണ് എല്ലാ ആളുകളും വിചാരിച്ചോടെ നീ. ജീവിതത്തിന്റെ രണ്ടറ്റവും തീ പിടിച്ച് നിൽക്കുക ഞാൻ. ഇനിയൊരു തോൽവി അങ്ങനെ എന്തെങ്കിലും ജയദേവന്റെ ജീവിതത്തെ സംഭവിച്ച എന്തോ ഇതിനെല്ലാം കൂടി തീ കൊളുത്തി അതിന്റെ നടുവിൽ വെന്ത് തീരും ഞാൻ. അത് കണ്ട് സന്തോഷിക്കാൻ നീ ജീവനോടെ ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. കൊന്നുകളയും ഞാൻ.
സാക്ഷി പറയേണ്ടി വരുമോ? സാക്ഷിക്കെന്താ കൊമ്പുണ്ടോ? അവളെയും കുട്ടി വന്നിരുന്നെങ്കിൽ 2 ദിവസം ഇവിടെ നിൽക്കായിരുന്നു നിനക്ക്. സമയം ഒരുപാടായി, ഞാൻ ഇറങ്ങട്ടെ അമ്മേ. എടോ ചുങ്കത്തറേ, തന്റെ കഥകളും സീരിയലും ഒന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ ആകാശം താഴെ വീണാലും ചുമലിൽ താങ്ങാനുള്ള നിന്റെ ആ ചങ്കൂറ്റമുണ്ടല്ലോ, അതെനിക്കിഷ്ടമാണ്. തളർന്നു പോവല്ലേടോ. പുഷ്പവല്ലി, എന്തായി? അവളുടെ വീട്ടിൽ വിളിച്ചു, അറിയാവുന്നിടത്തൊക്കെ വിളിച്ചു, എങ്ങും എത്തിയിട്ടില്ല. പുഷ്പവല്ലിയെ കാണാനില്ലെന്നോ മറ്റോ പറഞ്ഞു? അങ്ങനെയൊന്നും പറഞ്ഞില്ല, ചുമ്മാ വിളിച്ചെന്നേ ഉള്ളൂ. തൽക്കാലം ആരെയൊന്നും അറിയിക്കണ്ട. പത്രത്തിൽ വന്നതാ. പോരാത്തിന് അളിയന് ശത്രുക്കളും ഒരുപാടുണ്ട്. കാര്യങ്ങൾ വേറെ വഴിക്കായിരിക്കും നീങ്ങുക. അവൾക്ക് എന്തെങ്കിലും അപകടം? ഞാൻ അന്വേഷിക്കാം. അളിയൻ സമാധാനമായിട്ടിരിക്കും.